എലീശ പ്രവാചകൻ പോകുമ്പോൾ ധനാഢ്യയായ ഒരു സ്ത്രീ ഭർത്താവിനെ വിളിച്ച് പറയുന്നറിയാമോ, നമ്മുടെ വഴിയെ കൂടെ കൂടെ പോകുന്ന ഈ ആൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു സ്ത്രീ ഒരു പുരുഷനെ കുറിച്ച് പറയുന്ന സാക്ഷ്യത്തിന് ഏറെ വിലയുണ്ടെന്ന് മനസ്സിലാക്കണം. പലരെയും അളന്ന് തൂക്കി വെച്ചിട്ടുണ്ട് സ്ത്രീകൾ. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കഷ്ടം. ദൈവ പൈതലേ, അപ്പോൾ തന്നെ അവൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്, രണ്ടുപേരും ഒരുമിച്ചേ പോകത്തുള്ളൂ. എപ്പോഴും ഉണ്ട് ഏകസ്യം കൂടെ 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 അപ്പച്ചാ 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 എന്ന് പറഞ്ഞ് വസ്ത്രം തിരുമ്മി എണ്ണയും ഇട്ട് പോളിഷ് ചെയ്ത് തുണി ഇറക്കി കൊടുത്ത് നടക്കുക. പക്ഷേ അവൾക്ക് മനസ്സിലായി അവൾ പ്ലൂറൽ ഉപയോഗിച്ചില്ല. നമ്മുടെ വഴിയെ കൂടെ കൂടെ പോകുന്ന ഇവർ രണ്ടുപേരും വിശുദ്ധന്മാരായ ദൈവപുരുഷന്മാർ പറഞ്ഞില്ല. അവൾക്ക് മനസ്സിലായി മുമ്പേ പോകുന്നവൻ ദൈവ പുരുഷൻ, പുറകെ പോകുന്നവൻ പുരുഷൻ ആണെന്ന് മാത്രം മനസ്സിലായി. ഈ സാക്ഷ്യം മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആകയാൽ യോസേഫിന്റെ സാക്ഷ്യം, അബ്രഹാമിന്റെ സാക്ഷ്യം, രൂത്തിന്റെ സാക്ഷ്യം, ഏലിശയുടെ സാക്ഷ്യം പോലെ ദൈവ മക്കൾ നടക്കുന്നത് കണ്ടാൽ ഒരു ഐശ്വര്യം വേണം. നിന്റെ മുഖത്ത് നോക്കി ഒരു ഐശ്വര്യം വേണം. അറിയാമോ, മുഖത്ത് ഷേവ് ചെയ്തേച്ച് പകുതി ഷേവ് ചെയ്തേച്ച് പകുതി ഇട്ടേക്കുക. എവിടുന്ന ഈ പകുതി ഷേവിങ് വന്നത്? 2 ശമൂവേൽ 10-ാം അധ്യായം 4-5 ഫ്രഞ്ച് കട്ടിങ്, മുറുകി ടട്ടിങ്. ഇതിന്റെ എവിടെ വന്നെന്ന് നോക്കി. 2 ശമൂവേൽ 10-ന്റെ 4-5 നോക്കി. 2 ശമൂവേൽ 10-ാം അധ്യായം. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചിരപ്പിച്ച് ഇങ്ങനെ കൊണ്ട് ഇവിടെ ചരയ്ക്കും താടി ചരപ്പിച്ചു, പകുതി ചരപ്പിച്ച് ഫുൾ ഷേവ് ചെയ്യാതെ. പിന്നെ അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ച് അവരെ അയച്ചു. ഇത് ദാവീദ് കേട്ടപ്പോ എന്തോ പറഞ്ഞു? ദാവീദ് രാജാവ് ഇതറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നതുകൊണ്ട്, ഏറ്റവും നാണം കെട്ടിരുന്നതുകൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ചു. നിങ്ങളുടെ താടി വളരും വരെ, നിങ്ങളുടെ താടി ശരിക്കും വളരുന്നത് വരെ യെരിഹോവിൽ താമസിപ്പിച്ചു. അയ്യോ, പുറത്തിറങ്ങല്ലേ, അപമാനമാണ്. ആമേൻ. ദാവീദ് രാജാവ് അമ്മോൻ രാജാവിന്റെ മരണശേഷം മോന്റെ അടുക്കലോട്ട് ആളെ അയച്ചതാ. നിന്റെ അപ്പൻ ജീവനോട് ഇരുന്നപ്പോഴേ ഞങ്ങൾ മിത്രങ്ങളായിരുന്നു, അപ്പൻ മരിച്ചെങ്കിൽ നമുക്ക് ലെറ്റ് us go continue in fellowship. അങ്ങനെ പോയി. അപ്പോഴവനെ തെറ്റിദ്ധരിച്ചിട്ട് ഭൃത്യന്മാരിനോട്ട് പിടിച്ച് കുനിഞ്ഞു നിർത്തി പകുതി ചരപ്പിച്ചു വിട്ടു. ഇതിന്ന് അന്ന് അപമാനമായിരുന്നു, ഇന്ന് അഭിമാനമാണ്. എന്റെ യുവാവേ, ലേവ്യ 19:27 വായിച്ചു നോക്കണം. നീ താടിയുടെ അറ്റം വിരൂപമാക്കരുത്. ഇങ്ങനെ കട്ട് ചെയ്ത് വിരൂപമാക്കി കൊണ്ടുവരുന്ന അതേ മുറുകി തട്ടി കോഴി കാഷ്ടം പോലെ ആക്കിയിട്ട് ഒന്നിന്റെ വിരൂപമാക്കുന്നത് പെന്തക്കോസ്ത് യുവാക്കന്മാർക്ക് ചേർന്നതല്ല. അവർ വിട പറയട്ടെ. നാം പരദേശികൾ, പ്രവാസികൾ. ആകയാൽ മുഖത്ത് നോക്കിയാൽ ഒരു ഐശ്വര്യം വേണം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നോക്കൂ, ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ പറഞ്ഞത് എന്തുവാ? മോശ കുഞ്ഞിനെ കണ്ടപ്പോൾ ഇത് എബ്രായ പൈതങ്ങളിൽ ഒന്ന്. നിന്റെ കുഞ്ഞിനെ കാണുമ്പോൾ ജനം പറയട്ടെ എബ്രായ പൈതങ്ങളിൽ ഒന്ന്. പശയും കീലും തേച്ചത് കൊച്ചിന്റെ ദേഹത്തല്ല, പെട്ടിയുടെ ദേഹത്താണ്. പെട്ടിക്കടിക്കേണ്ടത് പെട്ടിക്കടിക്കണം, കുട്ടിക്കടിക്കേണ്ടത് ദൈവം അടിച്ചു വിട്ടിട്ടുണ്ട്. മനസ്സിലാക്കിയവർക്ക് ദൈവത്തിന് സ്തോത്രം. പെട്ടിക്കടിക്കേണ്ടത് കുട്ടിക്കടിച്ച് കൂട്ടിക്കൊടിക്കരുത്. മനസ്സിലായോ? ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം ഐസയ 3:16 എന്ന് വായിക്കൂ. 3:16. യഹോവ പിന്നെയും അരുളി ചെയ്തതെന്നാൽ സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടി ഏറുകണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ അപ്പച്ചൻ പുത്രിമാരുടെ നടപ്പും കൂടെ ശ്രദ്ധിക്കുന്നവനാന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സിയോൻ കി ബേട്ടിയാം घमंड के साथ सुरुंजा करते हुए आंखें मटकाते हुए घुंघरूओं को चमचमाते हुए ठुमक 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 चलते हैं. ഒരു പാക്കറ്റിൽ 3 സാധനം വരുക. 1 നികളം, 2 ഏറുകണ്ണ്, 3 കഴുത്ത് നീട്ടുക. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് കോഴി മുട്ടയിട്ട് വെച്ച് നീട്ടുമല്ലോ, ഞാൻ മുട്ടയിട്ട് എന്ന് പറയാം. പിന്നെ വിചാരിച്ചത് പൂവൻകോഴി കൂവൻ നേരം നീട്ടുമല്ലോ, പൂവൻകോഴി. പക്ഷെ ഒത്തിരി പുസ്തകം വായിച്ച് റിസർച്ച് ചെയ്തു ഈ കഴുത്ത് നീട്ടുന്ന. പിന്നെ മനസ്സിലായത് പറഞ്ഞു തരട്ടെ. ആമേൻ. ബ്ലൗസിന്റെയും ചുരിദാറിന്റെ കഴുത്തിന്റെ ഇറക്കം താഴോട്ട് താഴുമ്പം കഴുത്ത് നീണ്ടു വരും മക്കളെ. നേരത്തെ തന്നെ നീട്ടിയാൽ അതിനോട് വിട പറഞ്ഞവർക്കായി ഇത് ബാബേൽ പുത്രിമാർക്ക് കൊള്ളാം, മിസ്രയീം പുത്രിമാർക്ക് കൊള്ളാം, സോദോം പുത്രിമാർക്ക് കൊള്ളാം. നീ സിയോന്റെ പുത്രിയാണ്. സിയോന്റെ പുത്രിമാർ